നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ പാകിസ്ഥാൻ കർശന മുന്നറിയിപ്പും താക്കീതും നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ക്രൂരകൃത്യത്തിന് ഇന്ത്യ ഇരട്ടിയായി തന്നെ തിരിച്ചടി നൽകിയത് പ്രധാനമന്ത്രി എണ്ണിപ്പറഞ്ഞു. ആണവ ഭീഷണി എന്ന ബ്ലാക്ക് മെയിൽ തന്ത്രവുമായി ആരും ഇന്ത്യക്കെതിരെ വരേണ്ട എന്നും മോദി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. സ്വതവേ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസംഗത്തിൽ ശാന്തത പുലർത്തിയിരുന്ന പ്രധാനമന്ത്രി ഇത്തവണ അത് പാലിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. സിന്ധു നദീജല ഉടമ്പടിയിലും പാകിസ്ഥാനുമായുള്ള ഭാവി ചർച്ചകളിലും നയം വ്യക്തമാക്കുകയും ചെയ്തു മോദി. രക്തവും ജലവും ഒരുമിച്ചൊഴുക്കില്ല എന്നും പാകിസ്ഥാനുമായി ഇനിയൊരു ചർച്ചയ്ക്കുണ്ടെങ്കിൽ അത് ഭീകരതയെക്കുറിച്ചും പാക് അധിനിവേശ കശ്മീരിനെ കുറിച്ചും മാത്രമായിരിക്കുമെന്നും പ്രധാനമന്ത്രി ആസക്തമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതുവരെ പ്രഖ്യാപിക്കാത്ത തരത്തിൽ കടുത്ത വാക്കുകളും അദ്ദേഹം പാകിസ്ഥാനെതിരെ തൊടുത്തുവിട്ടു. ഇന്ത്യയുടെ തിരിച്ചടിയിൽ വിറച്ച പാകിസ്ഥാൻ പ്രശ്നം പരിഹരിക്കാൻ ലോകത്തോട് മുഴുവൻ അപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതെങ്കിലും സർക്കാരുകൾ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെയും ഭീകര സംഘടനകൾക്കും ചെയ്യുന്ന ഭീകരവാദത്തെയും ഒരുപോലെ തന്നെ കാണുമെന്നും ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ വികൃതമുഖം ലോകം കണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരരുടെ ശവസംസ്കാരത്തിന് പാകിസ്ഥാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്തത് പാകിസ്ഥാൻ ഭരണകൂടം ഭീകരവാദത്തിന്റെ പ്രയോജകരാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചു. പാകിസ്ഥാനെതിരെയുള്ള നടപടി തൽക്കാലത്തേക്ക് മാത്രമാണ് നിർത്തിവെച്ചിട്ടുള്ളത് എന്നും ഭാവി എന്താകുമെന്നത് പാകിസ്ഥാന്റെ പെരുമാറ്റത്തിന് അനുസരിച്ചിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഭീകരവാദ പാകിസ്ഥാൻ അവസാനിപ്പിച്ചേ മതിയാവൂ, അതല്ലാതെ സമാധാനത്തിലേക്ക് മറ്റൊരു മാർഗമില്ല. ഭീകരതയും ചർച്ചയും ഒന്നിച്ചു പോകില്ല, വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല എന്നും മോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ശേഷം ആദ്യമായി അദ്ദേഹം ലോകത്തോട് അഭിസംബോധന ചെയ്യുകയായിരുന്നു, രാജ്യത്തോട് അഭിസംബോധന ചെയ്യുകയായിരുന്നു. ആണവ ഭീഷണി വകവെച്ച് നൽകില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യൻ സൈന്യത്തിന് ഓരോ ഇന്ത്യക്കാരുടെയും പേരിൽ അഭിവാദ്യം അർപ്പിക്കുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ കരുത്തിനും ഐക്യത്തിനും നമ്മൾ സാക്ഷികളായി. നമ്മുടെ വീര സൈനികർ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യം നേടുന്നതിനായി അക്ഷണീയ പ്രയത്നമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ വീരതയും സാഹസികതയും കരുത്തിനെയും ഞാൻ നമ്മുടെ രാജ്യത്തെ ഓരോ അമ്മമാർക്കും സഹോദരിമാർക്കും പെങ്ങന്മാർക്കും പെൺകുട്ടികൾക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ അവധി ആഘോഷിക്കാനെത്തിയ നിർദോഷികളായ പാവങ്ങളെ മതം ചോദിച്ച് അവരുടെ കുടുംബങ്ങൾക്ക് മുന്നിൽ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഭീകരതയുടെ ഏറ്റവും വിരൂപമായ മുഖമായിരുന്നു. ഈ നാടിന്റെ സൽപ്പേര് തകർക്കാനുള്ള ശ്രമവും അവർ നടത്തി. വ്യക്തിപരമായി എനിക്കുണ്ടായ ദുഃഖം വളരെ വലുതായിരുന്നു. ഈ സംഭവത്തിന് ശേഷം രാജ്യം മുഴുവൻ ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിന്നു. ഭീകരരെ മണ്ണോട് മണ്ണാക്കാൻ സൈന്യത്തിന് സകല സ്വാതന്ത്ര്യവും നൽകി. ഞങ്ങളുടെ പെൺമക്കളുടെയും സഹോദരിമാരുടെയും നെറ്റിയിൽ സിന്ദൂരം മായ്ച്ചതിന്റെ പ്രത്യാഘാതം എന്താണ് എന്ന് ഇന്ന് ഓരോ ഭീകരനും ഈ ഭീകര സംഘടനകളും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു പേരല്ല, ഈ രാജ്യത്തിന്റെ കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരമാണ് അതിൽ പ്രതിഫലിക്കുന്നത്. നീതി നടപ്പാക്കുമെന്ന അഖണ്ഡ പ്രതിജ്ഞ കൂടിയാണ് ഇത്. മെയ് 6-ന് രാത്രിയും മെയ് 7-ന് പുലർച്ചെയും ഈ പ്രതിജ്ഞയുടെ പരിണാമം എന്താണ് എന്ന് ലോകം മനസ്സിലാക്കി. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ അവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ കനത്ത പ്രഹരമാണ് നടത്തിയത്. ഇന്ത്യ ഇത്രയും വലിയ തീരുമാനമെടുക്കുമെന്ന് ഭീകരർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഇന്ത്യയുടെ ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാനെ ആക്രമിച്ച് ഇല്ലാതാക്കിയത് അവിടുത്തെ ഭീകരരുടെ കെട്ടിടങ്ങളെ മാത്രമല്ല അവരുടെ ആത്മവിശ്വാസത്തെയും ധൈര്യത്തെയും കൂടിയായിരുന്നു തകർത്ത് തരിപ്പണമാക്കിയത്. പാകിസ്ഥാന്റെ ഡ്രോണുകളെ എങ്ങനെയാണ് നമ്മുടെ സൈന്യം തകർത്തതെന്ന് ലോകം മുഴുവനും കണ്ടു. പാകിസ്ഥാന്റെ ഹൃദയത്തിലാണ് ഇന്ത്യ പ്രഹരിച്ചത്. നമ്മുടെ മിസൈലുകൾ കൃത്യതയോടുകൂടി അവരുടെ വ്യോമതാവളങ്ങളിൽ ആക്രമണം നടത്തി. പഹൽപൂരിലും അതുപോലെ തന്നെ മുരിദ്കയിലും പോലെയുള്ള ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങൾ ഭീകരതയുടെ ആഗോള സർവകലാശാലകളായിരുന്നു. ഭീകരർ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു. അതിനു പകരം ഭീകരരുടെ ആഗോള കേന്ദ്രങ്ങളെ തന്നെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി ഭസ്മമാക്കി മാറ്റി. ഈ തിരിച്ചടിയിൽ 100ഓളം ഭീകരരെയാണ് ഇന്ത്യ വധിച്ചത്. കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളായി ഇവർ പാകിസ്ഥാനിൽ സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി വിലസുകയായിരുന്നു. ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തുകയായിരുന്നു. അവരെയാണ് ഇന്ത്യ ഒറ്റ ഞൊടിയിൽ ഇല്ലാതെയാക്കിയത്. ഇന്ത്യയുടെ ഈ നടപടിയിൽ പാകിസ്ഥാൻ കടുത്ത നിരാശയുടെ പടുകുഴിയിൽ വീണു കഴിഞ്ഞു. നടുങ്ങിപ്പോയിരിക്കുകയാണ്. ഈ പരിഭ്രാന്തിയിൽ അവർ മറ്റൊരു സഹായം കൂടി കാണിച്ചു, സാഹസികത കൂടി കാണിച്ചു. ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതിന് പകരം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് ഇറങ്ങി. സ്കൂളുകളും കോളേജുകളും ഗുരുദ്വാരങ്ങളും ക്ഷേത്രങ്ങളും സാധാരണക്കാരുടെ വീടുകളും ആക്രമിച്ചു. പാകിസ്ഥാൻ സൈന്യത്തിന് നേരെയും വന്നു. എന്നാൽ ഇതിലെല്ലാം
പാകിസ്ഥാൻ സ്വയം നാണം കെടുകയാണ് ഉണ്ടായത്. ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഭയന്ന പാകിസ്ഥാൻ ലോകം മുഴുവൻ നടന്ന സംഘർഷം ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ തേടി. ഒടുവിൽ മെയ് 10 ഉച്ചയ്ക്ക് പാകിസ്ഥാൻ സൈന്യം നമ്മുടെ DGMOയെ വിളിച്ചു. അപ്പോഴേക്കും പാകിസ്ഥാനെ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ നിലംപരിശാക്കിയിരുന്നു. ഒരു തരത്തിലുള്ള ആണവ ഭീഷണികളും ഇനി വെച്ചുപൊറുപ്പിക്കില്ല. ഭീകരതയും ചർച്ചയും ഒന്നിച്ചു പോകില്ല. ഭീകരതയും വ്യാപാരവും ഒന്നിച്ചു പോകില്ല. ഭീകരതയും വെള്ളവും ഒന്നിച്ചൊഴുകില്ല. ഇനി പാകിസ്ഥാനോട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കുണ്ടെങ്കിൽ അത് ഭീകരതയെയും പാക് അധിനിവേശ കശ്മീരിനെയും കുറിച്ച് മാത്രമായിരിക്കുമെന്നും മോദി വ്യക്തമാക്കിയിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിനും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിനും ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെയുണ്ടായ ശക്തമായ പാക് പ്രകോപനം തകർത്ത ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ 10 പാക് ഡ്രോണുകൾ പറന്നെത്തിയിരുന്നു. എല്ലാ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനവും സൈന്യവും തകർത്തു കളഞ്ഞു. ജമ്മു കാശ്മീരിലെ സാംബയിലടക്കം പാക് ഡ്രോണുകൾ എത്തിയെന്നാണ് ഇന്ത്യൻ പ്രതിരോധ സേനകൾ പറയുന്നത്. ഇവ തകർത്തതായും സേനാ വൃത്തങ്ങൾ അറിയിച്ചു. പഞ്ചാബിലെ അമൃത്സറിലും ഡ്രോൺ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാക് ഡ്രോണുകളെ തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജമ്മുവിലെ സാംബ സെക്ടറിൽ പാക് ഡ്രോൺ ഇന്ത്യൻ സേന തകർക്കുന്ന ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ ANI ആണ് പുറത്തുവിട്ടത്. പാക് പ്രകോപനം ശക്തമായ സാഹചര്യത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ ബ്ലാക്ക് ഔട്ട് തുടരുകയാണ് എന്നുള്ള വ്യക്തമായ വാർത്തകൾ കൂടി ഈ നിമിഷങ്ങളിൽ പുറത്തുവരികയാണ്.